അക്കൗണ്ടിങ് മേഖല നമ്മൾ ധാരാളമായിട്ട് കേട്ടുവരുന്ന ഒരു ടേമാണ് ബിഗ് ഫോർ ഫേംസ് എന്ന് പറയുന്നത്. എന്താണ് ബിഗ് ഫോർ? ബിഗ് ഫോർ കമ്പനികളിൽ ജോലി നേടുക എന്നുള്ളത് പലരുടെയും ഡ്രീം തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ അക്കൗണ്ടിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ ബികോം കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും അല്ലെങ്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻസ് ജോബ് നേടുന്ന ഏത് വ്യക്തിക്കും ബിഗ് ഫോർ കമ്പനികളിൽ കയറാൻ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മുടെ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ്, പ്രോഗ്രാമിംഗ്, ടെക്നോളജി തുടങ്ങിയ വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കും ഹാൻഡ്സ് ഓൺ എക്സ്പോഷറിലൂടെ ഇൻറ്റേൺഷിപ്പുകൾ നൽകി അവരൊരു IT കരിയറിനെ എനേബിൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. എന്താണ് ബിഗ് ഫോർ? ഡിലോയിറ്റ്, EY, KPMG, PwC തുടങ്ങിയ 4 കമ്പനികളാണ് ബിഗ് ഫോർ എന്ന് പറയുന്നത്. ഓഡിറ്റ്, ടാക്സ്, ഫൈനാൻസ്, പ്ലാനിംഗ് തുടങ്ങിയ മേഖലകളിൽ ലോകത്തിലെ മികച്ച 4 കമ്പനികളാണ് ഇവ. ഇന്ത്യയിലെ മിക്ക പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെയും അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് ഫേംസിൻ്റെയൊക്കെ അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റും ബഡ്ജറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്യുന്നത് ഈ 4 കമ്പനീസാണ്. ഇന്ത്യയിലെ മെട്രോസ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, ഡൽഹിയിലൊക്കെയാണ് ഇവരുടെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഉള്ളത്. ഈ 4 കമ്പനിയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അത് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് 4 കമ്പനികളുടെയും ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഡിലോയിറ്റ് 1922 ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത തരത്തിലുള്ള ഫേംസിന് ഓഡിറ്റ് ആൻഡ് അഷുറൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ ആൻഡ് റിസ്ക് അഡ്വൈസർ സർവീസസ് ഒക്കെ ഡിലോയിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വില്യം ഡിലോയിറ്റ് 1845 ഡിലോയിറ്റ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കുന്നത്. ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടിംഗ് ഫേം എന്നതിലുപരി ഹ്യൂമൻ ക്യാപിറ്റൽ, സ്ട്രാറ്റജി, മാനേജ്മെൻറ്റ്, ടെക്നോളജി എന്നിവയിലെല്ലാം ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാൻ, കൺസൾട്ട് ചെയ്യാൻ ഉള്ള ക്യാപ്പബിലിറ്റി ഇന്ന് ഡിലോയിറ്റ് സ്വായത്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കമ്പനിയാണ് ഏണസ്റ്റ് ആൻഡ് യങ്. 1989 ഏണസ്റ്റ് ആൻഡ് വിന്നി ആർതർ യങ് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് ഏണസ്റ്റ് ആൻഡ് യങ് അല്ലെങ്കിൽ EY എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കമ്പനി. ഇന്ന് 150 രാജ്യങ്ങളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് അല്ലെങ്കിൽ ടോപ്പ് 100 ഫോർച്യൂൺ കമ്പനീസിലൊന്നാണ് EY എന്ന് പറയുന്നത്. 35 വർഷങ്ങൾക്കിപ്പുറം EYയിൽ ഇന്നിപ്പോൾ 2,84,000 പേര് ജോലി എടുക്കുന്നുണ്ട്. ഇവരുടെ മെയിൻ സർവീസസ് എന്ന് പറഞ്ഞാൽ ടാക്സ്, ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് അഡ്വൈസ് സർവീസസ് ഒക്കെയാണ്. മൂന്നാമത്തെ അക്കൗണ്ടിംഗ് ഫേമാണ് പ്രൈസ് വാട്ടർ കൂപ്സ് അല്ലെങ്കിൽ PwC എന്ന് പറയുന്നത്. 158 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ മുൻനിര പ്രൊഫഷണൽ സർവീസ് നെറ്റ്വർക്കാണ് PwC എന്ന് പറയുന്നത്. 1849 PwC ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ മിക്ക കമ്പനികൾക്കും ഫൈനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം കൂടിയാണ് PwC എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഫൈനാൻഷ്യൽ അഡ്വൈസറി നൽകുന്ന ഒരു കൺസൾട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന, ബിസിനസ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേം കൂടിയാണ് PwC എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിംഗ്, ഫൈനാൻഷ്യൽ ഓഡിറ്റിംഗ്, നോളജ് ഔട്ട്സോഴ്സിംഗ് എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാനമായ സർവീസസ് എന്ന് പറയുന്നത്. KPMG 1987 സ്ഥാപിതമായ കമ്പനിയാണ് KPMG. ഇന്ന് 150 രാജ്യങ്ങളായിട്ട് 2,19,000 പേര് KPMGയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. KPMG പ്രധാനമായും അക്കൗണ്ടിംഗ് വർക്കുകളും IPO റിലേറ്റഡ് വർക്കുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കമ്പനികളിൽ ജോലി നേടാം എന്നുള്ളത് നോക്കാം. ഈ ബിഗ് ഫോർ കമ്പനീസിലും ജോലി നേടാനായിട്ട് വെറും ഡിഗ്രി മാത്രം കൊണ്ട് സാധിക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കും പ്രിപ്പറേഷൻസൊക്കെ എല്ലാം ഇതും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ ബിഗ് ഫോർ കമ്പനീസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ബിഗ് ഫോർ ഫേംസിൽ ആദ്യമായിട്ട് ട്രെയിനി ആയിട്ടായിരിക്കും നമുക്ക് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നിങ്ങൾക്കൊരു പാർട്ട്ണർ ലെവലിൽ വരെ എക്സ്പീരിയൻസ് വെച്ച് പാർട്ട്ണർ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റും. ഒരു ട്രെയിനി ലെവലായിട്ടുള്ള എംപ്ലോയീസിന് പോലും നല്ല തരത്തിലുള്ള പേയ്മെൻറ്റാണ് ഈ ബിഗ് ഫോർ കമ്പനീസ് ചെയ്യുന്നത്. ഓൺ ആൻ ആവറേജ് എനിക്ക് തോന്നുന്നു 7 lakhs to 12 lakhs ഒക്കെയാണ് ഒരു ഫ്രഷറിന് പോലും ട്രെയിനി ലെവലിലുള്ളവർക്ക് കമ്പനി നൽകുന്നത്. ഫ്രഷറിന് പോലും ഇത്രത്തോളം ഹയസ്റ്റ് സാലറി പാക്കേജ് നൽകുന്നുണ്ട് തന്നെ ഈ 4 കമ്പനിയിലും ഒരു ജോബ് ക്രാക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു ചലഞ്ചിങ് ഫാക്ടർ തന്നെയാണ്. ഒരു ഫ്രഷർ എന്ന നിലയിൽ ഈ ബിഗ് ഫോർ ഫേംസിൽ കയറി കഴിഞ്ഞാൽ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നുള്ളതിൽ ഒരു തർക്കമില്ല. എഡ്യൂ ലേണിംഗിൽ തന്നെ ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോഴ്സ് പഠിച്ചിട്ട് 1-2 സ്റ്റുഡൻസ് ഡിലോയിറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള എക്സ്പോഷർ നമുക്കുണ്ട്. വർക്ക് കൾച്ചർ ഹൈലി പ്രഷറൈസ്ഡ് ആണ്. പക്ഷേ എങ്കിലും ആസ് എ ഫ്രഷർ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സ്പോഷറും നല്ല ട്രെയിനിങ്ങും ഒക്കെ ഈ 4 കമ്പനീസിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബേസിക് ആയിട്ടുള്ള അനാലിറ്റിക് സ്കില്ലും ഫൈനാൻഷ്യൽ സ്കിൽസും ഒക്കെ ബിഗ് ഫോർ കമ്പനീസിലെ ഒരു ട്രെയിനി ആയിട്ട് കയറുന്നതിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ അവരുടെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെ നമുക്ക് നമ്മുടെ അനാലിറ്റിക്കൽ സ്കിൽസും ഫൈനാൻഷ്യൽ സ്കിൽസൊക്കെ പോളിഷ് ചെയ്തെടുക്കാൻ പറ്റുന്നു, അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിഗ് ഫോർ കമ്പനീസിൽ മൾട്ടിപ്പിൾ തരത്തിലുള്ള മൾട്ടിപ്പിൾ ഡൊമൈൻസിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസാണ് ക്ലയൻസ് ആയിട്ടുള്ളത്. സോ നമുക്ക് അവിടെ ഒരു എക്സ്പോഷർ കിട്ടും. അവരുടെ ബിസിനസ് രീതികളെക്കുറിച്ചും
അവരുടെ ബിസിനസ് സിനാരിയോസിനെ കുറിച്ച്, ഡിഫറെൻറ്റ് മാർക്കറ്റ് സിനാരിയോയെക്കുറിച്ചും കോമ്പറ്റീറ്റീവ് സിനാരിയോയെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഇനിഷ്യൽ കരിയറിൽ തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിന് പുറമെ ബിഗ് ഫോർ കമ്പനീസിൽ ക്ലയൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടും എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ്, ടീം വർക്ക്, ക്രിറ്റിക്കൽ തിങ്കിങ് തുടങ്ങിയുള്ള ട്രെയിനിങ് തരുന്നതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി കരിയറിൽ നല്ല ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഇതെല്ലാം ഈ ബിഗ് ഫോർ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുള്ള എക്സ്പീരിയൻസ് നമ്മൾ CV വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏതൊരു കമ്പനിയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതിലൊരു ഡൗട്ടും വേണ്ട. എസ്പെഷ്യലി സ്റ്റാർട്ടപ്പുകളിലൊക്കെ ബിഗ് ഫോർ കമ്പനീസിൽ അക്കൗണ്ടിങ് ഫേംസിൽ വർക്ക് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഡബിൾ സാലറി അല്ലെങ്കിൽ ട്രിപ്പിൾ സാലറി വരെ കൊടുക്കാൻ ഒരു വില്ലിങ് ആയിരിക്കും. ഇനി നമുക്ക് ഈ 4 കമ്പനിയുടെ ഡിഫറെൻറ്റ് കരിയർ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേൺ ആയിട്ടാണ്. സോ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ കമ്പനീസിൽ കയറാൻ ഏറ്റവും മികച്ച അവസരമാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. 2 to 3 months ആയിരിക്കും ഇവരുടെ അടുത്ത് ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സമയത്ത് ഇൻറ്റേൺഷിപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു നോർമൽ ചാലഞ്ചിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ നോർമൽ ഇൻ്റർവ്യൂ അത്ര ചാലഞ്ചിങ് ഒന്നുമല്ല. അപ്പം ഒരു അത്യാവശ്യം എബോവ് ആവറേജ് അല്ലെങ്കിൽ ആവറേജ് ലെവലിൽ അക്കാഡമിക് ലെവലിൽ നിൽക്കുന്നവർക്ക് ഈ ഇൻറ്റേൺഷിപ്പ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വൺസ് നിങ്ങൾ 3 months ഇൻറ്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് യു ഗെറ്റിംഗ് ഹയർഡ് ഈസ് ഹയർ. സോ അതിനുശേഷം നിങ്ങൾ അസോസിയേറ്റ് സ്റ്റാഫ് എന്നായിരിക്കും അറിയപ്പെടുന്നത്. സോ അസോസിയേറ്റ് സ്റ്റാഫ് എന്ന ഒരു കരിയർ പൊസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു 2 മുതൽ 3 വർഷത്തേക്ക് ഈ ഒരു അസോസിയേറ്റ് ലെവൽ ജോബ് റോൾ തന്നെയായിരിക്കും. ഡിഗ്രി കഴിഞ്ഞവരാണ് മിനിമം ഡിഗ്രി BCom അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ ഫൈനാൻഷ്യൽ എക്സ്പോഷർ ഉള്ളവരായിരിക്കും ബേസിക്കലി ഈ കമ്പനീസ് കൺസിഡർ ചെയ്യുന്നത് ഈ ജോബ് പ്രൊഫൈലിലേക്ക്. സോ പിന്നെ വരുന്ന പൊസിഷനാണ് സീനിയർ അസോസിയേറ്റ്. അസോസിയേറ്റ് സ്റ്റാഫ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി സീനിയർ അസോസിയേറ്റ് ജോബ് റോൾ എന്ന് പറയുന്നത്. ഒരു 2 to 3 years അസോസിയേറ്റ് ലെവൽ എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീനിയർ അസോസിയേറ്റ് ആവാം. സീനിയർ അസോസിയേറ്റ് ആയിട്ട് ഒരു 2 to 3 years നമുക്ക് വർക്ക് ചെയ്താൽ പിന്നെ മാനേജർ പൊസിഷനിലൊക്കെ നമുക്ക് അടക്കാൻ കഴിയും. സോ ഫോർത്ത് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മാനേജറാണ്. ക്ലയൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ട ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ജോബ് റോളാണ് മാനേജർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡെസിഗ്നേഷനിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിറ്റിക്കൽ തിങ്കിങ്, ലീഡർഷിപ്പ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീം വർക്കും അഡാപ്റ്റബിലിറ്റിയൊക്കെ മാൻഡേറ്ററി ആയിട്ട് വേണ്ടതാണ്. നമുക്ക് ഒരു ആവറേജ് ഒരു 3 years മാനേജറിൽ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറായിട്ടൊക്കെ നമുക്ക് പ്രൊമോഷൻ കിട്ടും. ഓൺ ആൻ ആവറേജ് ഇത്തരം 4 കമ്പനിയിലെ മാനേജർ ലെവലിൽ ഇരിക്കുന്നവരുടെ സാലറി എന്ന് പറയുന്നത് 20 lakhs to 40 lakhs ഒക്കെ ആയിരിക്കും സാലറി എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ 20 lakhs to 40 lakhs ഒക്കെ ആയിരിക്കും സാലറി. ഇത് കഴിഞ്ഞ് സീനിയർ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ പൊസിഷൻ. സീനിയർ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ പൊസിഷൻ മിനിമം ഒരു 5 years കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ജോബ് റോളാണ്. മിക്ക കമ്പനീസും ഈ 4 കമ്പനീസും അങ്ങനെയുള്ള ക്രൈറ്റീരിയ പലപ്പോഴും വെക്കാറുണ്ട്. മിനിമം 8 and above years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരിക്കും ഈ ഒരു പൊസിഷനിലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. 40 lakhs and above ആയിരിക്കും ഡയറക്ടർ പൊസിഷൻ്റെ സാലറി എന്ന് പറയുന്നത്. ദെൻ 6th ജോബ് റോളാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഡയറക്ടർ പോസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ജോബ് റോളാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഒരു 15 to 20 years എക്സ്പീരിയൻസ് മിനിമം ഈ ജോബ് റോളിൽ എത്താനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. മാനേജിംഗ് ഡയറക്ടർ സാലറി എന്ന് പറയുന്നത് ബെയർ മിനിമം 80 lakhs to 2 crore ആണ് അവരുടെ സാലറി എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി 7th പൊസിഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറാണ്. ഈ ബിഗ് 4 കമ്പനീസിൽ മോസ്റ്റ് ഹയസ്റ്റ് ജോബ് റോൾ എന്ന് പറഞ്ഞാൽ പാർട്ട്ണറാണ്. ഒരു പാർട്ട്ണറിന് മോർ ദാൻ 2 crore മുതൽ 8 crore വരെയൊക്കെയാണ് സാലറി എന്ന് പറയുന്നത്. ഒരു 18 years to 25 years ഒക്കെയാണ് ഒരു പാർട്ട്ണർ ആവാൻ ആവറേജ് ഈ കമ്പനികളൊക്കെ എക്സ്പോഷറും എക്സ്പീരിയൻസും നേടേണ്ടതായിട്ടുള്ളത്. സോ നമ്മൾ ഈ കമ്പനികളിലെ 7 ഹൈറാർക്കി ലെവലുള്ള പൊസിഷൻ ചേർന്ന് മനസ്സിലാക്കി. ഇനി ഫ്രഷേഴ്സിന് എങ്ങനെ ഈ കമ്പനീസിൽ നമുക്ക് ജോബ് ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഇൻ്റർവ്യൂ ലഭിക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഈ 4 കമ്പനീസിലും ATS ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ATSൽ നമ്മൾ CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഏത് ജോബ് റോളാണോ നോക്കുന്നത് അതിന് കൺസൈസ് ആയിട്ടുള്ള അതിൻ്റെ കീവേഡ് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള റെസ്യൂമെയും ഒരു കവർ ലെറ്ററും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ സമയം വരെയാണ് പൊതുവേ ഡിഗ്രി കഴിഞ്ഞ റിസൾട്ടൊക്കെ വരുന്ന സമയം. സോ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ 4 കമ്പനീസും ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നത്, അതിനായിട്ടൊരു മുൻതൂക്കം കൊടുക്കുന്നത്. സോ സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഈ 4 കമ്പനികളുടെയും വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഇൻറ്റേൺഷിപ്പ് ആയിട്ടുള്ള അസോസിയേറ്റ് സ്റ്റാഫിൻ്റെയൊക്കെ വേക്കൻസി കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ജൂൺ ആയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് ഇപ്പോഴേ പ്രിപ്പയർ തുടങ്ങാം. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സഹായം വേണമെന്നുണ്ടെങ്കിൽ എഡ്യൂ ലേണിങ്ങിൻ്റെ ഇൻ്റർനാഷണൽ ഫൈനാൻസ് എന്ന പ്രോഗ്രാമുണ്ട്. അത് നിങ്ങൾക്ക് നല്ല മുതൽക്കൂട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബിഗ് 4 ഫേംസിൽ ഒരു അക്കൗണ്ടിങ്ങിനെ ഓഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം
എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാനോട്ട് കണക്ട് ചെയ്യാം. യു ക്യാൻ കണക്ട് വിത്ത് മീ at 9746221123. സോ ഇവർ നോക്കുന്നത് വെറും ഓഡിറ്റിംഗ് ഫൈനാൻഷ്യൽ സ്കില്ല് മാത്രമല്ല, മറിച്ച് ടെക്നോളജി റിലേറ്റഡ് ടെക്നോളജിക്കൽ ടൂൾസിൽ എത്രത്തോളം സ്കില്ലുണ്ടെന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും. അതൊരു ബേസിക് ജോബ് റോൾ തന്നെയാണെങ്കിൽ. സോ അങ്ങനത്തുള്ള സോഫ്റ്റ്വെയർസിൽ ഫൈനാൻഷ്യലി മാനേജ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ബേസിക്കലി ഒരു ടാലിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നേടിക്കുക. സാപ്പിൻ്റെ ഫിക്കോ മോഡ്യൂളിലൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ് ആണ്. ഇതല്ലെങ്കിൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, അത് ക്ലിയർ ചെയ്യുക. ഇത്തരം എക്സാം ക്ലിയർ ചെയ്യുന്നവരെ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റീസ് കൂടുതലാണ്. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഫ്രഷറിന് കൊടുക്കാൻ പറ്റുന്ന ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഒരു ആവറേജ് സാലറി ബിഗ് ഫോർ കമ്പനീസിൽ എത്രയാണെന്ന് നോക്കാം. ഓൺ ആൻ ആവറേജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഫ്രഷറിന് ഇത്തരത്തിലുള്ള ഈ ബിഗ് ഫോർ കമ്പനീസ് കൊടുക്കുന്ന സാലറി 7 lakh to 9 lakhs ആണ്. ഒരു 2 to 3 years ഫൈനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്തിട്ട് ഈ ബിഗ് ഫോർ കമ്പനീസിലോട്ട് സ്വിച്ച് ചെയ്യുന്നവരാണെങ്കിൽ 14 lakhs to 22 lakhs വരെ കൊടുക്കും. ഈ ബിഗ് ഫോർ കമ്പനീസിൽ ഏറ്റവും കൂടുതൽ പാക്കേജ് കറൻ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിലോയിറ്റ് എന്ന കമ്പനിയാണ്. ഡിലോയിറ്റിന് ഹൈദരാബാദിൽ ഓഫീസുണ്ട്. ഡിലോയിറ്റിൽ ഹൈദരാബാദിൽ ഞങ്ങളിവിടെ നിന്ന് കാൻഡിഡേറ്റ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. സോ ബിഗ് ഫോർ കമ്പനീസിൽ ജോബിന് കയറിയാൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്കോപ്പ് എന്തായിരിക്കും എന്നും കൂടെ പറയാം. കറണ്ട് സിനാരിയോയിൽ ബിഗ് ഫോർ കമ്പനീസിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു കരിയർ പ്രോസ്പെക്റ്റീവാണ് കാണുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കമ്പനീസ് ഇപ്പം $1 billion പദവിയിലോട്ടും ഒരുപാട് $1 trillion കമ്പനീസൊക്കെ വരുന്നുണ്ട്. ഇനി അത് കൂടുക തന്നെ ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അക്കൗണ്ടിങ്ങിനെ ഓഡിറ്റ് ചെയ്യാനും ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും സ്ട്രാറ്റജി ബിൽഡിങ്ങിനൊക്കെ റിലയബിളായിട്ട് കറണ്ട് സിനാരിയോയിൽ റിലേ ചെയ്യാൻ പറ്റുന്ന കമ്പനീസാണ് ഈ ബിഗ് ഫോർ കമ്പനീസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ക്ലയൻറ്റ് ബേസ് വരുന്ന ഭാവിയിൽ കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹയറിംഗ് നല്ല രീതിയിൽ കൂട്ടാനുള്ള പോസിബിലിറ്റി, എസ്പെഷ്യലി ഫ്രഷേഴ്സ് മുതൽ പാർട്ട്ണർ ലെവൽ വരെയുള്ളവരെ ഹയർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഫൈനാൻസ് മേഖലയിൽ കടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും നല്ലൊരു കരിയർ സ്കോപ്പാണ് നൽകുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ബിഗ് ഫോർ കമ്പനീസ് എന്താണെന്നും ബിഗ് ഫോർ കമ്പനീസിൽ ജോബ് നേടാൻ എന്തൊക്കെ ടിപ്സുകൾ ഉണ്ടെന്നുള്ളതും അവരുടെ ബേസിക് ആയിട്ടുള്ള സാലറി എന്താണെന്നും അവരുടെ ഡിഫറെൻറ്റ് ജോബ് റോൾസ് എന്താണെന്നൊക്കെ മനസ്സിലായി. ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് ഐഡിയയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. താങ്ക് യു.